ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 3-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഒരു പുതുദിനത്തിലേക്ക് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 4-ാം വാക്യം. പ്രോവർബ്സ് ചാപ്റ്റർ 10 വേഴ്സ് 4 നാം ഇപ്രകാരം വായിക്കുന്നു: മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം സാധാരണ നിലയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ആപ്ലിക്കബിളായ ഒരു വാക്യമാണ്. മാത്രമല്ല, ഈ വാക്യത്തിൻ്റെ മറ്റൊരു വിധത്തിൽ നമ്മുടെ സാധാരണ സംസാര ഭാഷകളിൽ പറയാറുണ്ട്: മടിയൻ മല ചുമക്കും, അധ്വാനി അനുഗ്രഹിക്കപ്പെടും. അതെ, ദൈവജനവും അത് തന്നെയാണ് പറയുന്നത്. മടിയൻ എപ്പോഴും ദരിദ്രനായിത്തീരും. അത് സാമ്പത്തികം എന്നുള്ള നിലയിലല്ല, എല്ലാത്തിനും മടി. പഠിക്കുവാൻ മടി, പ്രവർത്തിക്കുവാൻ മടി, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ ചെയ്യുവാൻ മടി, പ്രാർത്ഥിക്കുവാൻ മടി, ദൈനംദിന ജീവിത കാര്യങ്ങൾ ചെയ്യുവാൻ മടി, ആരാധനയ്ക്ക് പോകുവാൻ മടി, പാടുവാൻ മടി, വേദപുസ്തകം വായിക്കുവാൻ മടി എന്ന് വേണ്ട, നമുക്കൊന്നിനും ഒരു ഉന്മേഷമില്ല, സന്തോഷമില്ല, തൃപ്തിയില്ല. എല്ലാത്തിനോടും ഒരു അകൽച്ച, വിരക്തി. അങ്ങനെയുള്ള ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാവുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, സെപ്റ്റംബർ മാസത്തിന്റെ 3-ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചു. നമ്മുടെ അവസ്ഥ എന്താണ്? നാം മടി പിടിച്ചിരിക്കുന്നവരാണോ? നമ്മുടെ സാഹചര്യം എങ്ങനെയാണ്? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ, താല്പര്യത്തോടെ ചെയ്യുന്നവരാണോ? ദൈവിക ശുശ്രൂഷ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവിധ ദാരിദ്ര്യത്തിന്റെയും കാരണം എന്റെ ഉത്സാഹമില്ലായ്മ, താല്പര്യക്കുറവ്, മടി. നമുക്ക് മടിയായതുകൊണ്ടും ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും എളുപ്പ വഴിയാണ് കുറ്റം പറയുക. ഓരോന്നിനെയും കുറ്റം പറഞ്ഞ് ഇരിക്കുന്നിടത്ത് ഇരിക്കുക. കുറ്റം പറയാൻ പ്രത്യേകിച്ച് അധ്വാനമൊന്നും വേണ്ട, ചെലവുമില്ല. പക്ഷേ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശരീരം അനങ്ങണം, ബുദ്ധി പ്രയോഗിക്കണം, മൂവ്മെന്റ് വേണം. അതൊക്കെ അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചിന്തിക്കുക. എന്നാൽ ഉത്സാഹിയുടെ കൈയാണ് സമ്പത്തുണ്ടാക്കുന്നത്. ഉത്സാഹിയുടെ കൈ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സമ്പത്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, എപ്പോഴും സമൃദ്ധിയുടെ, നിറവിന്റെ, വളർച്ചയുടെ, അനുഗ്രഹത്തിന്റെ നിറവിലായിരിക്കും ഒരു ഉത്സാഹിയുടെ ജീവിത രീതി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പകൽ നാം നമ്മളോട് തന്നെ ചോദിക്കേ, എല്ലാത്തിനെയും നോക്കി നാമും മടിയരായി മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തി ഇങ്ങനെ അങ്ങ് പോവുകയാണോ? അതോ അസാധ്യങ്ങളുടെ മുമ്പിലും ഇല്ല എന്നും
ഒരിക്കലും ലഭിക്കുക ഇല്ല എന്നും നടക്കത്തില്ല എന്നും വേണ്ട എന്നും പറയുന്ന സ്ഥാനത്തും നമ്മുടെ സ്ഥിരോത്സാഹം, കഠിനാധ്വാനം, നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ദൃഢനിശ്ചയം എന്നിവ കൊണ്ട് അതിനെ അതിജീവിച്ച് വിജയിച്ച് നേടുന്നവരാണോ നാം ഓരോരുത്തരും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഉയർച്ചയും വിടുതലും അനുഗ്രഹവും നന്മയും പ്രാപിക്കുവാൻ നാം ഇരിക്കുന്നിടത്തിരുന്ന് അഭിപ്രായവും കുറ്റവും പറഞ്ഞാൽ പോരാ. നാം ഉത്സാഹികളായിരിക്കണം, സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നവരായിരിക്കണം. അത് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സമസ്ത മേഖലകളിലും നാം വളരെ ആക്റ്റീവായിരിക്കണം. ഉത്സുകരായി, പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ ശക്തരായി മുൻപോട്ട് നീങ്ങണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മുടെ ആ സിഗ്നേച്ചർ ഉണ്ടാവും. നമ്മൾ മടി പിടിച്ചാണോ ചെയ്യുന്നത്, സന്തോഷത്തോടും താല്പര്യത്തോടുമാണോ ചെയ്യുന്നത്? ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ പ്രതികരണം കേൾക്കുമ്പോൾ അറിയാം, നമ്മുടെ ഒരു പാട്ടും പ്രാർത്ഥനയും കേൾക്കുമ്പോൾ അറിയാം നമുക്കതിനോടുള്ള താല്പര്യം, നമുക്കതിനോടുള്ള അഭിവാഞ്ച. ഇത് നിയമം കഴിക്കുവാനുള്ള പ്രാർത്ഥനകൾ, അത് കുട്ടികളുടേതാണെങ്കിലും മുതിർന്നവരുടെയാണെങ്കിലും. നമ്മുടെ ആരാധനയുള്ള പങ്കാളിത്തം എങ്ങനെയാണ്? കാരണം ജനിച്ച നാള് മുതൽ ആരാധനയുടെ ചൊല്ലുകൾ, പാട്ടുകൾ, സങ്കീർത്തനങ്ങൾ, ആരാധനയുടെ കൗമകൾ ഒക്കെ മനഃപ്പാഠമാണ്. മൊബൈലിൽ നോക്കിയും വല്ലവരെ നോക്കിയും തെക്കോട്ടും വടക്കോട്ടും നോക്കിയും നാം ചൊല്ലുകയാണ്. ഒരാത്മാർത്ഥതയുമില്ല, ഒരു താല്പര്യവുമില്ല. എന്നാൽ അതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ആത്മീയ പശ്ചാത്തലത്തിൽ നിന്ന് നാം ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ അടുത്തിരിക്കുന്നവർക്കും ശുശ്രൂഷ നയിക്കുന്നവർക്കും അറിയാം എത്ര ഉത്സാഹത്തോടും ആഗ്രഹത്തോടും ആവേശത്തോടും കൂടിയാണ് ഈ വ്യക്തി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ദൈനംദിന ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വളരെ വളരെ ആപ്ലിക്കബിൾ ആണ്. അത് നാം ജീവിതത്തിൽ പുലർത്തിയാൽ നാം ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. സന്തോഷത്തോടെ നന്മയോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് നാം ദരിദ്രരായി തീരരുത്. അതിന്റെ കാരണം നമ്മുടെ മടിയാണ്. നാം എല്ലാ നിലകളിലും സമ്പന്നരായി തീരണം. അതിന്റെ കാരണം നാം ഉത്സാഹമുള്ള കൈകളുടെ, കാലുകളുടെ, മനസ്സുകളുടെ ഉടമയാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ താലന്തുകൾ, ശുശ്രൂഷകൾ, കുടുംബങ്ങൾ, തലമുറ എന്ന് വേണ്ട സകലതിനെയും ആ നിലയിൽ ശീലിപ്പിച്ച് വളർത്തി വളരെ ഉത്സാഹത്തോടും ദൈവകൃപയോടും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ സ്വയം ചോദിക്കുക, ഞാൻ മടിയനാണോ ഉത്സാഹിയാണോ? മടിയനാണെങ്കിൽ എല്ലാ നിലയിലും ദരിദ്രനായി തീരും. ഉത്സാഹിയാണെങ്കിൽ എല്ലാ നിലയിലും സമ്പന്നതയുടെയും വളർച്ചയുടെയും പടവുകൾ ചവിട്ടുവാൻ ഇടയാകും. ജീവജലത്തിന്റെ ശ്രോതാക്കളായ എല്ലാ ദൈവമക്കളും ദൈവജനം പറയുന്നത് പോലെ ഉത്സാഹികളായി ദൈവകൃപയോടെ ഉയരുവാൻ, വളരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ മടി പിടിച്ച്
സ്വയം ദരിദ്രാവസ്ഥയിലേക്ക് തള്ളിയിടുന്നവരാകാതെ ഞങ്ങൾ ഉത്സാഹികളായി ഞങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, പദവികൾ വളരെ വിശ്വസ്തയോടെ ചെയ്ത് വളർച്ചയും സമ്പന്നതയും അനുഗ്രഹവും നേടുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇനി ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആലോചനയ്ക്കായി സ്തോത്രം. ഈ ആലോചനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകളായി തീരുവാൻ ഇടയാകണം. ഞങ്ങളുടെ ഇന്നത്തെ ദിനം കർത്താവിൽ ആശ്രയിച്ച് ഉത്സാഹത്തോടെ മുന്നേറി അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും ദിനമായി ദൈവകൃപയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം നിറവിന്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ജീവിതമാവട്ടെ. അതിനുവേണ്ടി ആ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിന് നാം ചെയ്യേണ്ടത് ഉത്സാഹത്തോടെ, ദൈവകൃപയോടെ, സന്തോഷത്തോടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, ശുശ്രൂഷകൾ, ജീവിതം വളരെ വ്യക്തമായി പ്രാർത്ഥനാപൂർവം ഉപയോഗിക്കുക. നിശ്ചയമായും തമ്പുരാൻ ഫലം തരും. അങ്ങനെ അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി ഇന്നത്തെ ദിനം തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.